ആദായ നികുതി കേസിൽ കോൺഗ്രസിന് തിരിച്ചടി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി തള്ളിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. 3 വർഷത്തെ നികുതി വരുമാനം പുനർനിർണയിക്കുന്നതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ യശ്വന്ത് വർമ്മ, പുരുഷേന്ദ്ര കുമാർ കൗരവ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. കോൺഗ്രസിന്റെ 2014 മുതൽ 17 വരെയുള്ള നികുതി കുടിശ്ശിക 520 കോടി രൂപയാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്തുന്നതായും സുപ്രധാന തെളിവുകൾ ആദായ നികുതി വകുപ്പ് സമാഹരിച്ചിട്ടുള്ളതായും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിലെ 115 കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. എംപിമാർ നൽകിയ സംഭാവനയാണെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം അവഗണിച്ചപ്പോഴാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനുള്ള സമയം അവസാനിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ഈ വൈകിയ വേളയിൽ കോടതിക്ക് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഹൈക്കോടതി അറിയിച്ചു. അതേസമയം കോൺഗ്രസിന്റെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് മരവിപ്പിച്ചത് കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തികമായി തകർക്കാൻ നരേന്ദ്രമോദി ഗൂഢനീക്കം നടത്തുകയാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. എന്നാൽ കോൺഗ്രസിന്റെ ഈ ആരോപണങ്ങളെല്ലാം BJP പൂർണ്ണമായും നിഷേധിച്ചു. നികുതി വെട്ടിപ്പിൽ കോൺഗ്രസ് കുറ്റക്കാരനാണെന്നും അതുകൊണ്ടാണ് നടപടി നേരിടേണ്ടി വരുന്നതെന്നുമാണ് BJPയുടെ പക്ഷം. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകളാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നത്. അഭിഭാഷകനായ മനു സിംഗ്വി, ഹൈബോർഡ് ഹൈസൻ എന്നിവരാണ് കേസിൽ കോൺഗ്രസിന് വേണ്ടി ഹാജരായത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.